അത് ഇന്നത്തെ ലോകം അറിയപ്പെടുന്ന സംഗീത സംവിധായകന്റെ അച്ഛനാണ്. AR റഹ്മാന്റെ അച്ഛൻ RK ശേഖർ. ദേവരാം മാസ്റ്റർ ഒരു ശൈലി, സ്വാമി മറ്റൊരു ക്ലാസിക്കൽ ബേസ് ചെയ്തിട്ടുള്ള സംഗീത സംവിധായകനാണ്. ബാബുക്ക എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നേരെ പോണത് സ്വാമിയുടെ അടുത്താണ്. സ്വാമിയുടെ ശൈലിയിലാണ് RK ശേഖർ ചെയ്യുന്നത്. അവിടെ പുള്ളി ബാബുരാജായിട്ട് മാറുകയാണ്. അതൊരു അത്ഭുതമാണ്. ചെയ്യൂല, അങ്ങനെ ചെയ്യാനുള്ള ആരെങ്കിലും വരട്ടെ കൊണ്ട് മാത്രമാണ് മാഷ് പിന്നെ RK ശേഖരനോട് പറഞ്ഞു. പിന്നെ മാഷ് ചെയ്യും. പണ്ട് കമ്പോസിംഗ് എന്ന് പറഞ്ഞത് മദ്രാസിലേക്ക് കൊണ്ട സമയത്ത് ദേവരാം മാഷിനും ദക്ഷിണാമൂർത്തി സ്വാമിക്കും ബാബുക്കും ഒരാളായിരുന്നു ഓർക്കസ്ട്രേഷൻ ചെയ്തത്. ഇവരൊന്നും അന്ന് ഓർക്കസ്ട്രേഷനിൽ വരില്ലായിരുന്നു. അത് ഇന്നത്തെ ലോകം അറിയപ്പെടുന്ന സംഗീത സംവിധായകന്റെ അച്ഛനാണ്. AR റഹ്മാന്റെ അച്ഛൻ RK ശേഖർ. RK ശേഖറാണ്. നമ്മളത് ഈ സമയത്ത് അത് പറയാതെ അന്നത്തെ കാലഘട്ടം മനസ്സിലാക്കണം. ദേവരാം മാസ്റ്റർ ഒരു ശൈലി, സ്വാമി മറ്റൊരു ക്ലാസിക്കൽ ബേസ് ചെയ്തിട്ടുള്ള സംഗീത സംവിധായകനാണ്. സ്വാമി ക്ലാസിക്കൽ ബേസ് ചെയ്ത് വെച്ചിട്ടാണ് സ്വാമിയുടെ പാട്ടുകൾ. ബാബുക്ക എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനി സംഗീതത്തിനെ എടുത്ത് വെച്ചിട്ട് നമ്മളുടെ സംഗീതവും കൂടെ കുറച്ച് ചേർത്തിട്ടാണ്, ആ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ടാണ് ആ പാട്ട് പോകുന്നത്. അപ്പോൾ ഓർക്കസ്ട്രേഷൻ ദേവരാം മാഷിന് വേണ്ടി വരെയാണ് പാട്ട്. ശേഖറെ പാട്ട് ഇതാണ് മാഷിന്റെ ശൈലിയിലാണ്. മാഷിന്റെ എല്ലാ പാട്ടും ഒരേ ശൈലിയാണ്. ഓർക്കസ്ട്രേഷൻ എല്ലാം പുള്ളി അങ്ങ് ചെയ്യുക, എല്ലാം ചെയ്യുന്ന പുള്ളിയാണ്. പിന്നീടാണ് മാഷ് ചെയ്യാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നേരെ പോണത് സ്വാമിയുടെ അടുത്താണ്. സ്വാമിയുടെ ശൈലിയിലാണ് RK ശേഖർ ഇത് ചെയ്യുന്നത്. ഈ രണ്ടുമല്ല, 5-ാമത്തെ ദിവസമോ 6-ാമത്തെ ദിവസമോ നമ്മുടെ ബാബുക്ക എടുത്ത് പോകുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഗീതമാണ് അവിടെ കേൾക്കുന്നത്. അവിടെ പുള്ളി ബാബുരാജായിട്ട് മാറുകയാണ്. അതൊരു അത്ഭുതമാണ്. ഒരാൾക്ക് എങ്ങനെ പറ്റുന്നു? ഇന്ന് നമ്മളൊരു പാട്ട് ചെയ്തിട്ട് ഓർക്കസ്ട്രേഷൻ ഒരു കീബോർഡിസ്റ്റിനെ വിളിച്ചാൽ, ഞാൻ കമ്പോസ് ചെയ്തു, എൻ്റെ കമ്പോസിങ്ങിൽ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന പാട്ടിൻ്റെ ഒരു സോള് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു ഓർക്കസ്ട്രേഷന്, അതിൻ്റെ 50% ഇവരെടുക്കില്ല. ഞാൻ തർക്കിക്കുക. ആ ഓർക്കസ്ട്രേഷൻ വരുത്തുന്ന കീബോർഡിസ്റ്റ് ആരാണോ അയാളുടെ ശൈലിയിലേക്കാണ് പോണത്. ഒരിക്കലും എൻ്റെ ശൈലിയിലേക്ക് വരില്ല. ഞാൻ ചലഞ്ച് ചെയ്യാമല്ലോ, ഞാൻ ചലഞ്ച് ചെയ്യാം. ഇവിടെ ഒരുപാട് കീബോർഡിസ്റ്റുകൾ ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ ചലഞ്ച് ചെയ്യല്ലോ. ഞാൻ കമ്പോസ് ചെയ്ത പാട്ടിൻ്റെ ശൈലി ഇതാണ്, എൻ്റെ ശൈലി ഇതാണ്, ഇതിനനുസരിച്ച് ഓർക്കസ്ട്രേഷൻ വരാം. കടുകും ചെയ്യൂല, അങ്ങനെ ചെയ്യാനുള്ള ആരെങ്കിലും വരട്ടെ ഇങ്ങോട്ട്. അവിടെയാണ് RK ശേഖർ. നമ്മൾ അങ്ങനെ എടുത്തില്ല. ഓർക്കസ്ട്രേഷൻ എന്ന് പറയുന്നത് അയാളുടെ ഒരു കലവിരുതുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. മിടുക്കനാണ്, കീബോർഡിസ്റ്റാണ്, നല്ല നോളജ് ഉണ്ടാവണം, ഒക്കെ ശരിയാ. പക്ഷേ ഞാൻ ഓർക്കസ്ട്രേഷനിൽ പോകുമ്പോൾ മറ്റൊരാളുണ്ടെങ്കിൽ അയാളുടെ സോൾ എനിക്ക് എടുക്കാൻ പറ്റണം. അയാൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ലാതെ എൻ്റെ കലാവിരുദ്ധമല്ല അവിടെ വേണ്ടത്. അയാൾക്കൊരു സംഗീതം. അതുകൊണ്ടാണ് നമുക്ക് ഇന്നത്തെ സംഗീതം നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മുടെ സംഗീതം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാന കാരണം മ്യൂസിക് ഡയറക്ടറുടെ സോൾ, അയാൾ കൊടുക്കുന്നൊരു സാധനമുണ്ട് സംഗീതത്തിന്. ആ എസൻസ് എടുക്കാൻ ഇന്ന് ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നവർക്ക് അറിയില്ല. അല്ലെങ്കിൽ കമ്പോസ് ചെയ്യുന്നവൻ തന്നെ ഓർക്കസ്ട്രേഷൻ എഴുതി കൊടുക്കണം. എങ്കിലാണെങ്കിൽ ഒരു പരിധി വരും. കാരണം അയാളുടെ ശൈലിയിലേക്ക് തന്നെ അയാൾ ഓർക്കസ്ട്രേഷൻ കൊണ്ടുപോകും. ഇന്നത്തെ പാട്ടുകൾ വീഴാനുള്ള പ്രധാന കാരണം അത് തന്നെയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതൊരു മറ്റൊരു അത്ഭുതമാണ്. മലയാള സിനിമയുടെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നതിൽ ഒരാളെന്ന് പറയുന്നത് ദേവരാജ മാഷും സ്വാമിയും ബാബുക്കയും കഴിഞ്ഞാൽ അടുത്ത അത്ഭുതം എന്ന് പറയുന്നത് RK ശേഖർ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഓരോരുത്തർക്കും ചെല്ലുമ്പോൾ ഓരോ ശൈലിയിൽ എങ്ങനെ ഇത് കമ്പോസ് ചെയ്യാൻ പറ്റുന്നു, എങ്ങനെ ഇത് ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നു ചോദിച്ചാൽ അതൊരു മഹാ അത്ഭുതമാണിത്. അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. പിന്നീട് ഏതൊരു സിനിമയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് RK ശ്രദ്ധ ചെയ്യേണ്ടി വന്നത് കൊണ്ട് മാത്രമാണ് മാഷ് പിന്നെ RK ശേഖരനെ ഒഴിവാക്കിയത്. പിന്നെ മാഷ് ചെയ്യാൻ പറ്റും ഓർക്കസ്ട്രേഷൻ. ഇപ്പം ഞാൻ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് കംപ്ലീറ്റും ഞാൻ വായിക്കുന്ന സമയത്തെല്ലാം മാഷ് തന്നെയാണ് ഫുള്ളായിട്ട് ഓർക്കസ്ട്രേഷൻ, വേറെ ആരുമില്ല. AIYF CPIയുടെ യുവജന സംഘടന അവരുടെ ദേശീയ സമ്മേളനം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. എനിക്കൊക്കെ അന്നും അത്ഭുതമാണ്, ഇന്നും അത്ഭുതമാണ്. മാഷ് CPIക്കാരനാണ്, ബേസിക്കലി മാഷ് CPIക്കാരനാണ്. മാധുരി അമ്മയും നമ്മുടെ ശ്രീകാന്ത് ഏട്ടനും കൂടെ പാടും. ലൈവാണ്, ഡയറക്റ്റായിട്ട് മാഷ് മിക്സ് ചെയ്ത് ഡയറക്റ്റായിട്ട്. അതിനകത്ത് രസകരമായ സംഭവം എന്ന് പറയുന്നത്, നീ പോകാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. മാഷൊന്നും മിണ്ടിയില്ല.